ആലത്തൂർ, പാലക്കാട് എന്നീ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്നാൽ അതിൻ്റെ കൂടെ നടക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്. കൊല്ലത്തെ സിറ്റിംഗ് MLA ആയ മുകേഷ് സ്ഥാനം രാജിവെക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുകേഷിനെതിരെയുള്ള ആരോപണം, പ്രത്യേകിച്ചും ലൈംഗിക ആരോപണം, വളരെ ഗൗരവമേറിയതാണ്. നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഊരിപ്പോകുന്നത് പോലെ അത്ര ഈസിയല്ല ഇത്തവണ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന, അതായത് ആദ്യ ഭാര്യയായിരുന്ന സരിത മുകേഷിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു സ്ത്രീയോട് ബഹുമാനം കാണിക്കാത്ത ഒരാളാണ് മുകേഷ്. തന്നെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. എപ്പോഴെങ്കിലുമാണ് കയറി വരുന്നത്. അയാളെ പേടിച്ചാണ് ഞാൻ എൻ്റെ മക്കളെ ബോർഡിങ്ങിൽ പോലും ആക്കിയിരുന്നത്. മുകേഷിൻ്റെ സ്വഭാവം എത്രത്തോളം ഹീനമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ തല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന രീതിയിലാണ് സരിത അന്ന് പറഞ്ഞത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. CPIMൽ ഇങ്ങനെ ഒരു നേതാവാണോ, ഇങ്ങനെ ഒരു ദുർനടത്തിപ്പുകാരനാണോ ജനപ്രതിയായി ഇരിക്കേണ്ടത് എന്ന വലിയ ചോദ്യമുണ്ട്. ഇത്തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ എന്ത് ക്വാളിറ്റിയാണ് മുകേഷിനുണ്ടായിരുന്നത് എന്ന ചോദ്യം പലതവണയായി ചോദിക്കപ്പെട്ടതാണ്. സിനിമയിൽ ചില തമാശകൾ പറഞ്ഞ് നടക്കുന്നതല്ലാതെ യഥാർത്ഥ മുകേഷിൻ്റെ മുഖം പലരും കണ്ടിട്ടില്ല എന്ന് സരിത പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ പലരും വെട്ടിലായിരിക്കുകയാണ്. നമുക്കറിയാം, സംവിധായകൻ രഞ്ജിത്ത്, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അതിശക്തമാണ്. അങ്ങനെ രഞ്ജിത്ത് ഇരുന്ന സ്ഥാനമാനങ്ങളെല്ലാം രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ മുകേഷിൻ്റെ കാര്യം അങ്ങനെയല്ല. കൊല്ലത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കൊല്ലം സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ മുകേഷ് നിരങ്ങിയാണ് ജയിച്ചത്. കേവലം 1500 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ബിന്ദു കൃഷ്ണ പരാജിതയായത്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഇനി മുകേഷിന് ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയ ആരോപണം മുകേഷിന് ഇതുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല. മുകേഷിൻ്റെ രീതികളെക്കുറിച്ചും ദുർനടത്തിപ്പിനെക്കുറിച്ചുമൊക്കെ സരിത പലതവണയായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്ര വാശിയേറിയ രീതിയിൽ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. മുകേഷിൻ്റെ കട്ടയും പടവും മടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മുകേഷിനെ കുറിച്ച് ഒരു കാര്യം നടി പറഞ്ഞത് വളരെ വ്യാപകമാണ്. അതായത്, മുകേഷ് അറിയാതെ ഒരു നടിയും അമ്മ സംഘടനയിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോളുകളിലേക്ക് മലയാള സിനിമയിലോ കയറിപ്പറ്റാമെന്ന് കരുതുകയും വേണ്ട. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പുണ്ടാകൂ എന്ന് മുകേഷ് പറഞ്ഞ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്.